നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. ബഹുമാനിയെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു കഴിഞ്ഞ 67 വർഷത്തെ പ്രവർത്തനത്തിൻ്റെ അവസാനമാണ് ഇപ്പോൾ ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ് രൂപീകരിച്ചതെന്ന് പറഞ്ഞു. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയും നിങ്ങളുടെ അടുത്ത്. വായനയുടെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ വിക്കിപീഡിയൊക്കെ നിങ്ങളറിയില്ലേ? അതൊരു വിദേശ സ്ഥാപനമാണുള്ളത്. ഇന്ത്യയിൽ സ്ഥാപനം സർവ്വവിജ്ഞാന കോശമുണ്ട്, വിജ്ഞാന കോശമുണ്ട്. ഈ സർവ്വവിജ്ഞാന കോശത്ത് വലിയ വോള്യങ്ങളാണ്. 10-15,000 രൂപ വിലയുള്ളതാണ് ആ പുസ്തകങ്ങൾ, ആ 4-5 വോളിയായിട്ട്. അതിൽ ഒരു തെറ്റല്ല എങ്കിലും ഒരു അപാകത കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ എത്രമാത്രം പരന്ന വായനയായിരിക്കണം. പടച്ചവനെ അൽഹംദുലില്ലാ, അള്ളാഹുവിന് സ്തുതി, നിങ്ങൾക്ക് നന്ദി, ഈശ്വരനോട് സ്തുതിക്കുന്നു. കാരണം അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ്, പ്രവാചകൻ മുഹമ്മദ് നബി ചെറുപ്പത്തിലെ അനാഥനായിരുന്നു എന്നാണ്. അത് ഈ സഫിഷ്യൻ്റ് ഉണ്ട്, റിലയൻസ് ഉണ്ട്. സഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഓക്കെ മതി. റിലയൻസ് ഒരു പൂർണ്ണതയുണ്ട്. ഈ റിലയൻസ് സ്ഥാപനം തുടങ്ങിയ ശേഷമാണ് അത് വാക്കുകൾ ഉപയോഗിച്ചത്. അത് ആ വാക്ക് ഉപയോഗിക്കുന്നത് സഫിഷ്യൻ്റ്, മതി എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ മതി പോരാ, പൂർണ്ണത എത്തിയെങ്കിൽ റിലയൻസ് എന്ന് പറയുന്നത് സെൽഫ് റിലയൻസ്, സെൽഫ് സഫിഷ്യൻ്റ്. അതുപോലെ പ്രവാചകൻ ചെറുപ്പത്തിലെ അനാഥനായിരുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണ്, തെറ്റൊന്നുമില്ല. പക്ഷെ അതേക്കാൾ ഉപരി പ്രവാചകൻ ജനിക്കുന്നതിന് മുൻപേ തന്നെ ഫാദർ അബ്ദുള്ള അദ്ദേഹം വഫാത്തായത്, മരിച്ചുപോയി. അത് ഇനി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഉമ്മയും മരിക്കുന്നത്. അപ്പോൾ റിലയൻസ് ശരിക്കും പറയുകയാണെങ്കിൽ ജനിക്കുന്നതിന് മുൻപ് തന്നെ പ്രവാചകൻ അനാഥനായി, പിന്നെ ജനിച്ച് കുറച്ച് കഴിയുമ്പോൾ ഉമ്മായും മരിച്ചു. ആ ഒരു പ്രയോഗമാണ് ശരി. പക്ഷെ ഇതാണ് സർവ്വവിജ്ഞാന കോശത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സർവ്വവിജ്ഞാന കോശത്തിൽ വലിയ വോള്യാണ്. അതൊക്കെ എത്ര നാൾ പിടിക്കും വായിക്കണില്ലേ? അതിൽ ഇങ്ങനെ ഇതുപോലെ കണ്ടുപിടിക്കണമെങ്കിൽ ഒരുപടി വായിച്ചെന്ന് പറയാണ്. അത് നിങ്ങൾ ക്ഷമിക്കും. ഇപ്പോൾ മാരാമൻ കൺവെൻഷൻ നടക്കുന്നുണ്ട് കൊല്ലത്തൊരിക്കൽ. അപ്പോൾ മാരാമൻ കൺവെൻഷൻ നടത്തി എല്ലാ കൊല്ലവും ഒരു സർവ്വമത സമ്മേളനം നടത്തുന്നുണ്ട്. ആ സർവ്വമത സമ്മേളനം നടത്തിയപ്പോൾ ഒരു 10-15 വർഷം മുമ്പ്, അന്ന് ഇവിടെ കുറച്ച് സമുദായ ലേളിക്കുള്ള കാലമാണ് കേരളത്തിൽ, അത് ഒഴിവാക്കാൻ വേണ്ടി ഒരു പുതിയ മതം ഉണ്ടാക്കാൻ തോന്നി. അതിലൊരു ബുദ്ധിജീവി പറഞ്ഞ്, അപ്പോൾ അതിലൊരു ബുദ്ധിജീവി പറഞ്ഞ് എന്താണെന്നറിയോ? അപ്പം 4 മതം 4 വർഗീയത 5ആയി തീരും, വർദ്ധിക്കുമെന്നല്ലാതെ വർഗീയത കുറവുണ്ടാവില്ല. വളരെ കറക്റ്റാണ്, അത് മനഃശാസ്ത്രമായിരുന്നു. അതുപോലെ ഇന്ന് ഒരു അച്ഛൻ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പാർട്ടി രൂപീകരിക്കും. നല്ല കാര്യം, ആർക്കും പാർട്ടി രൂപീകരിക്കാം, നിയമവിരുദ്ധമൊന്നുമല്ല, ചെയ്യാം. പക്ഷെ സഭയും സഭയുടെ കുഞ്ഞാടുകളും പിന്നെ സഭയുടെ അൽമായവരൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ക്രിസ്തീയ നേതാക്കൾക്ക് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അതറിയോ? ഇപ്പോൾ ഏതാണ്ട് ജനസംഖ്യയിൽ ഈ മാത്യു സാമുവലൊക്കെ അതിനോട് പറയാനാണ് പറഞ്ഞത്, സ്നേഹത്തിൻ്റെ ഭാഷയിൽ പറയണം, അയാൾ മണ്ടനാണെങ്കിലും. ആകെ 10% കേരളത്തിൽ ജനസംഖ്യയിൽ ഈ ക്രിസ്ത്യൻ സമുദായം മൊത്തം. 16%, 6% കൺവെർട്ട് ക്രിസ്ത്യാണ്. അത് ഇതൊരു ക്രിസ്ത്യാനി ആക്കിയിട്ടില്ല. അത് എത്ര ഈ 10% ക്രിസ്ത്യൻ സമുദായത്തിനാണ് ഇതൊക്കെ നിങ്ങൾ പറയിപ്പിക്കേണ്ട, അല്ലെങ്കിൽ പറയേണ്ട ആവശ്യം ഇത്രയും കാലം പറഞ്ഞില്ല. കഴിഞ്ഞതിന് മുമ്പിലത്തെ KPCC ഭാരവാഹിത്വത്തിൽ 95 പേരും, അത് നിങ്ങൾ കാസർഗോഡ് പോലെ ട്രിവാൻഡ്രം വരെ പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫ്ലെക്സ് ഇരിക്കുന്ന ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ നേതാക്കളുടെയാണ്. എന്നുവെച്ചാൽ 125 ഭാരവാഹികളാണ് ആകെ ഉണ്ടായത്. അതിൽ 95 പേരും ആ 10% നിന്നാണ്. ഏതാണ്ട് 10% നിന്ന് വരുന്ന 40 MLA-മാരുണ്ട്. ഇത് മനസ്സിലാക്കണം നിങ്ങൾ. ഇന്ത്യയിൽ പബ്ലിക് ജനം മനസ്സിലാക്കണം, മലയാളികൾ പബ്ലിക് മനസ്സിലാക്കണം. സങ്കുചിതമായി ചിന്തിക്കേണ്ട, വർഗീയമായി ചിന്തിക്കേണ്ട, ജനസംഖ്യാനുപാതികമായിട്ട് വേണ്ടി ചിന്തിക്കുക, നീതിക്ക് വേണ്ടി. 40 MLA-മാരുണ്ട്, ആകെ 10% ഓർമ്മ. അത് 40% മുസ്ലിം സമുദായത്തിൽ 30 MLA-മാർ ഇട്ടുള്ളൂ. പാർലമെന്റിലേക്ക് 5 പേരുണ്ട് ഈ ക്രിസ്ത്യൻ സമുദായത്തിൽ. ഇതൊക്കെ നിങ്ങൾ പറയിപ്പിച്ച കാരണം നിങ്ങൾ BJPക്ക് സപ്പോർട്ട് ചെയ്ത് ഈ സമുദായത്തെ നിങ്ങൾ കൊലക്ക് കൊടുത്തോടെ അല്ലെങ്കിൽ ഇത് പറയില്ല. അത് പറഞ്ഞില്ലെങ്കിൽ തെറ്റിദ്ധാരണ വരില്ലേ?
5 പേരുണ്ട്. അത് 40% മുസ്ലിങ്ങൾ 3 പേരാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ തന്നെ കേരള രാഷ്ട്രീയത്തിൽ UDF-ൽ 110ഓളം ക്രിസ്ത്യൻ നേതാക്കൾ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുക. ഈ 110 പേര് ഒന്നിനും മെച്ചാണ്. ആരും മോശമല്ല, എല്ലാ MLA യോഗ്യമുള്ളവരാണ്. പക്ഷേ 10% കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ വേറെ വശം എന്ന് വെച്ചാൽ 40% വരുന്ന മുസ്ലിങ്ങൾ, അതിൽ 95%, ഇത് മൊത്തം വോട്ടർമാരിലെ 39% UDF വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കാം. അത് നിൽക്കുകളില്ല അതിന്. അങ്ങനെ ചെയ്യുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കിട്ടുമല്ലോ ഈ 10%കാർക്ക് 40% കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ 40% കൊടുത്താൽ UDF-ന് പക്ക ഫെയിലിയറായി ഇപ്പം തോൽപ്പിച്ചു കളയും. ഇത് പുള്ളാളിക്കുന്നല്ല, സത്യമാണ്. അത് 5 പാർലമെന്റ് സീറ്റ്. എന്ത് ന്യായമാണ് 10% ഒരു വിഭാഗത്തിന് 5 സീറ്റ് കൊടുത്ത് 4-1 സീറ്റ് കൊടുക്കാൻ? എവിടെയോ UDF നേതാക്കളെ അതിന് ന്യായം, മര്യാദ, നീതി ഇനി നടക്കൂല. നിങ്ങൾക്ക് ജനസംഖ്യക്കാനുപകരം അവർ തന്നെ ചോദിച്ചു, ഹൈക്കോടതി കേസ് കൊടുത്തു, ഞങ്ങൾക്ക് ജനസംഖ്യാനുപകരം ആനുകൂല്യം വേണമെന്ന് കേസ് കൊടുത്ത്. ഈ സഭയാണ്, സഭയുടെ അച്ഛന്മാരാണ്. അന്നൊന്നും ഓർത്തില്ല. BJP-ക്ക് വേണ്ടി നിങ്ങൾ BJP-യുടെ പിന്നെ വാക്ക് കേട്ട് നിങ്ങൾ മണ്ടത്തെ കാണിച്ച് ഇപ്പം രേഖയായിപ്പോയില്ലത്. ജനസംഖ്യ എത്രയുണ്ട് ഇന്ത്യയിൽ? കേരളത്തിൽ നിങ്ങൾ 16% ഉള്ളത്. അത് ജോർജ് തന്നെ പറയുന്നു. അത് 6% കൺവെർട്ട് ക്രിസ്ത്യനാ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ മുസ്ലിം സമുദായത്തെ സഭയും സഭയുടെ ആൾക്കാരും ചില നേതാക്കളും കാണിക്കുന്ന വഞ്ചന. ആകെയുള്ള ദളിൽ നിന്ന് 50%, 6%, 50% പേര് ക്രിസ്ത്യാനിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ക്രിസ്ത്യാനി ചേർത്തിട്ടില്ല, അതിന് കൺവെർട്ട് ക്രിസ്ത്യനാ. ഇപ്പം മുസ്ലിം സമുദായത്തിൽ നിന്ന് ദളിതിൽ നിന്ന് മുസ്ലിമിലേക്ക് വന്നാലേ ഒരു ദളിത് മുസ്ലിം കൺവെർട്ട് മുസ്ലിം സംഘടനയാക്കി നോക്കി. നമ്മളിപ്പോൾ ഈ പണി നോക്കുക. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇസ്ലാമിലേക്ക് ആര് വന്നാലും ഒറ്റ ഇസ്ലാമുള്ളൂ, 2 ഇസ്ലാമില്ല. അതുകൊണ്ട് അത് വിജയിച്ചില്ല. അപ്പോൾ നിങ്ങളാണ് ഏറ്റവും വലിയ മതപരിവർത്തനം ചെയ്ത പാർട്ടി. എന്നിട്ട് പറയണം മുസ്ലിങ്ങൾ മതപരിവർത്തനം ചെയ്യുന്നു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്യുന്നു. അപ്പോൾ 110ഓളം MLA-മാർ മത്സരിക്കാൻ ഇപ്പോൾ അർഹതപ്പെടുന്ന ചാൻസായി നിർത്തിയിട്ടുണ്ട്. നിങ്ങൾ എത്ര പേർക്ക് കൊടുക്കും? നമ്മൾക്കത് അറിയണം. ജനതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ് ഭാരവാഹികൾക്ക്, അതിൽ ഉത്തരവാദിത്തമുള്ള ആൾക്കാർ അറിയണം UDF എന്താണ് ചെയ്യാൻ പോകുന്നത്. 10% ക്രിസ്ത്യൻ സമുദായം നിങ്ങൾ എത്ര സീറ്റ് കൊടുക്കും? അറിഞ്ഞിരിക്കണം, അറിഞ്ഞേ തീരൂ. ഇതൊന്നും ഇത്രയും കാലം ചോദിച്ചിട്ടില്ല. ഇപ്പൊ ചോദിക്കുന്നറിയോ? ക്രിക്കറ്റ് കുത്തി ഈ സമുദായത്തെ 40% സമുദായത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണ്, വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സത്യം പറയുന്നത്. അത് പഴയതുപോലെ ഒന്നും കിട്ടില്ല. നിങ്ങൾക്ക് ജനസംഖ്യക്ക് എത്രയുണ്ടോ അത് കിട്ടും, അതേ കൊടുക്കാൻ പറ്റുള്ളൂ. അത് പറയും. വേറെ കാര്യമുള്ള ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ, വെള്ളാപ്പള്ളി നമ്മളിപ്പോൾ എല്ലാവരും ജോർജിയും കുറ്റം പറഞ്ഞ്, വെള്ളാപ്പള്ളിയും കുറ്റം പറഞ്ഞ്, സഭയും കുറ്റം പറഞ്ഞ്, പിന്നെ ആരാ ഉള്ളത്? എൻ്റെ വെള്ളാപ്പള്ളി നടേശൻ സാറേ 90 വയസ്സ് ആയിന്ന് അങ്ങ് പറയുന്നു, ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷെ അങ്ങ് ഇന്ന് മലപ്പുറത്ത് പോയിട്ട് പ്രസംഗിച്ച ഭാഷയില്ലേ, അത് വാസ്തു രാജ്യദ്രോഹ കുറ്റല്ലേ? ഒരു രാജ്യത്തിനകത്ത്, ഒരു സ്വതന്ത്രമായ രാജ്യത്ത് വേറെ രാജ്യം ഉണ്ട് എന്ന് നിങ്ങൾ പരസ്യമായിട്ട് പറയുമ്പോഴേ അത് രാജ്യദ്രോഹ കുറ്റമായിട്ട് അറസ്റ്റ് ചെയ്യാനാണ്, കേസ് ചാർജ് ചെയ്യാനാണ്. നമ്മുടെ പോലീസ്, നമ്മുടെ പിണറായി സഖാവ് എന്ത് ചെയ്തു? ചെയ്യില്ല. അപ്പുറത്ത് BJP-യുടെ സപ്പോർട്ട്, കേന്ദ്ര സപ്പോർട്ട്. ഇപ്പോൾ പിണറായി സപ്പോർട്ട്, കേന്ദ്രം ഭരിക്കുന്ന പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും സപ്പോർട്ട്. പിന്നെ അയാൾക്ക് എന്താ ചെയ്യാൻ പാടില്ലാത്തത്? പക്ഷെ അത് പോട്ടെ, അറസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ പറയുന്നില്ല, അങ്ങനെ കൂടി വരുള്ളൂ. പക്ഷെ വെള്ളാപ്പള്ളി ഒരു കാര്യം പറയാം, ആ അമ്പലത്തിലേ ഇന്നലെ ഒരു ഉണ്ടായതാണ്, 2 കൊണ്ടായിട്ട് ഇന്നലെ ഒരു കഴകപ്പണിക്ക് ഒരാളെ വച്ചല്ലോ പിണറായി. പിന്നെ വെള്ളാപ്പള്ളി നിങ്ങളുടെ വർഗത്തിൽപ്പെട്ട് അയാൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ സ്വയം രാജിവെച്ച് പോയി. രാജിവെച്ചൊന്നുമല്ല, പേടിപ്പിച്ച് വിട്ടാണ്. പക്ഷെ സ്വയം രാജിവെച്ചത് പറയാൻ പറഞ്ഞാൽ തട്ടികളെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? പോലീസ് കൂട്ടുകയാണ്, പിണറായിയും കൂട്ടുകയാണ്, ഇവിടുത്തെ സവറും കൂട്ടുകയാണ്. അതിനെതിരെ വായി തുറക്കാനുള്ള തൻ്റെ ഉണ്ടായ വെള്ളാപ്പള്ളി ഈ മുസ്ലിം സമുദായത്തിനെതിരെ വായി തുറക്കാനും നിങ്ങൾക്ക് ധൈര്യമുള്ളൂ. എൻ്റെ വെള്ളാപ്പള്ളി സാറേ, കുറച്ചൊക്കെ മര്യാദ കാണിക്കുക, കുറച്ചൊക്കെ മാന്യമായി പെരുമാറും. ഞാൻ അതോടുകൂടി ആ വിഷയം വെള്ളാപ്പള്ളിയെ വിട്ടുകളഞ്ഞ്, PC ജോർജിനെ വിട്ടുകളഞ്ഞ്. അപ്പോൾ ചിലവർ ചോദിച്ചു, എൻ്റെ എല്ലാ സംസാരങ്ങളും ചിലർക്ക് മനസ്സിലാക്കാൻ ദിവസങ്ങൾ പിടിക്കൊണ്ട് ചോദിക്കും. ഇന്ന് ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട കുറേ ആൾ ഇന്നലത്തെ എൻ്റെ വാക്ക് കേട്ട് ചോദിച്ചു, എന്താ ശാസ്ത്രം ഇപ്പം ഞങ്ങൾക്കിത് മനസ്സിലാകുന്നില്ലെന്നോ. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയാം, വീണ്ടും ഇനി ആവർത്തിക്കരുത്. കാരണം കൊച്ചു പറഞ്ഞ്, ദൈവമേ എൻ്റെ വഞ്ചി വളരെ ചെറുത്,
അങ്ങയുടെ കടലാണെങ്കിലോ അതിവിശാലം എന്ന് പറഞ്ഞ ഒരുപാട് വിഷയങ്ങൾ പറയാൻ കിടക്കുമ്പോൾ ഇനി പറഞ്ഞ വിഷയം വീണ്ടും ആവർത്തിക്കാൻ പറ്റില്ല. അത് ആവർത്തനം വിരസ ഉണ്ടാക്കുന്ന ആധുനിക മനഃശാസ്ത്രം പറയുന്നു. അത് ആർക്കും വിരസ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ എന്നെ കൊണ്ട് ആവർത്തിപ്പിക്കരുത്. ഇത് ഒറ്റ വാക്കുകൾ പറയാം, കേട്ടോളൂ. ഇന്ത്യയിൽ 800 കോടി ഏക്കർ സ്ഥലമാണ് ഉള്ളത്. അല്ല, കിലോമീറ്റർ 800 കോടി ഏക്കർ സ്ഥലമാണുള്ളത്. ഇത് 303 ലക്ഷമാണ്. അതിന് 250 ഗുണിക്കുമ്പോൾ 800 കോടി ഏക്കർ സ്ഥലം. അതിലാണ് 20 കോടിയോളം, കൃത്യം 20 കോടിയല്ല, 4-5% വ്യത്യാസം വരാം. 20 കോടിയോളം ഏക്കർ സ്ഥലം ആരുടെ കയ്യിലാണ്? ഈ കത്തോലിക്ക സഭയുടെ കൈവശമാണ്. രേഖയൊന്നുമില്ല, കൈവശം മാത്രമേ ഉള്ളൂ. അതിനെ വീതിക്കുമ്പോൾ 40-1 ഇന്ത്യയിലുള്ള ആകെ ഭൂസ്വത്തിൻ്റെ 40-1 ഈ 1 കോടിയോളം വരുന്ന കത്തോലിക്ക സഭയുടെ കൈവശത്തിലാണ്. മനസ്സിലായില്ലേ? അതേ സ്ഥാനത്ത് വഖഫ് എന്ന് പറഞ്ഞാൽ 3.3 ലക്ഷമുള്ളൂ, ഏക്കറുള്ളൂ. ലക്ഷം ഏക്കറാണ്, മറ്റ് കോടിയാണ്. അത് 1:700 അതായത് ഒരു ഏക്കർ സ്ഥലം മുസ്ലിം സമുദായത്തിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ വഖഫിൻ്റെ കയ്യിലുണ്ടെങ്കിൽ 700 ഏക്കറാണ്. 1:700 700 ഏക്കറാണ് ക്രിസ്തീയ സഭ. അറിയാമല്ലോ, 3 ലക്ഷം × 20 ഏക്കർ 70 വരുന്നുണ്ട്, 700 വരുന്നുണ്ട്. അങ്ങ് നിൽക്കുമ്പോൾ ഈ സംഘ് പരിവാറിന് കണക്കുദ്ധരിച്ച് അവരിപ്പോൾ RSSൻ്റെ മുഖപത്രമായ ഓർഗനൈസറിലും കേസരിയിലും ജന്മഭൂമിയിലൊക്കെ നിരന്തരമായിട്ട് വരുന്നുണ്ട്. അതെല്ലാം പ്രിന്റ് ചെയ്ത് വെച്ചിരുന്നതാണ് മാറ്റർ. അത് എന്താണ്, അത് അതെല്ലാം റെഡിയാക്കി വെച്ചിരുന്നതാണ്. അതുകൊണ്ട് റിലീസ് ചെയ്യാൻ കാത്തുള്ളൂ. വഖഫ് ബില്ല് പാസ്സായി അന്ന് രാത്രി 2 മണിക്കുള്ള പത്രം അടിച്ചാൽ കയറി, വിറ്റ് കാത്തിരുന്ന ഒറ്റ ദിവസം തന്നെ കയറി. എന്താ കയറി തരുമോ? 2457 ഹൈസ്കൂളുകൾ, മെയിൻ കോളേജുകൾ 240, ജനറൽ നേഴ്സിംഗ് ആയിട്ടുള്ളത് ജനറൽ കോളേജിൽ 28, എഞ്ചിനീയറിംഗ് കോളേജ് 5, ഹൈസ്കൂള് 3765, LP സ്കൂള് 7319, നേഴ്സിംഗ് സ്കൂള് 3137. ഇത് ഓർഗനൈസേഷനിൽ പ്രസിദ്ധീകരിച്ചാണ്. ഞങ്ങൾ ഊഹം നെറ്റിലടിച്ചാലും കിട്ടും. ഈ സ്ഥാപനങ്ങളെല്ലാം ഇരിക്കുന്ന സ്ഥലം 99 വർഷത്തെ പാട്ടത്തിന് ബ്രിട്ടീഷുകാർ കൊടുത്തിരിക്കുന്നതാണ്. ബ്രിട്ടീഷുകാർ അവൻ്റെ വെട്ടണിയിൽ നിന്ന് കൊടുത്തതല്ലല്ലോ, നമ്മുടെ സ്ഥലമല്ലേ, ഇന്ത്യയുടെ സ്ഥലമല്ലേ. ഇതെല്ലാം തിരിച്ചു പിടിക്കണമെന്ന് തന്നെയാണ് സംഘപരിവാർ പറയുന്നത്, RSS പറയുന്നത്, അവർ പത്രം പറയുന്നത്. അവർ പിടിച്ചെടുക്കുകയും ചെയ്യും, കുഴപ്പമില്ല. എങ്കിലും ഞങ്ങൾ ഇന്നലെ പറഞ്ഞ പോലെ ഞങ്ങൾ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ 30 കോടി വരുന്ന ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, 40 ലക്ഷത്തോളം വരുന്ന 40% വരുന്ന കേരളത്തിലെ മുസ്ലിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് അനുകൂലമായിട്ട് വാദിക്കും, നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ വേണ്ടി തയ്യാറാണ്. അത് ഞങ്ങളുടെ ഒരു കൾച്ചറാണ്. നിങ്ങൾ കാണിച്ചു തന്നയില്ലായ്മ കാണിക്കാൻ പറ്റില്ല. പക്ഷേ അവിടെ ഒരു വിഷയമുണ്ട്. ഇനി ഞങ്ങൾ പണ്ട് നിങ്ങൾ ഭാഷ പറഞ്ഞ്, അതായത് സഭ ഒരു കാര്യം പറഞ്ഞ്, മുസ്ലിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വാദിച്ചാൽ പോലും വിജയിക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് ഞങ്ങളുടെ കാര്യം നോക്കട്ടെ എന്ന് പറഞ്ഞാണ് BJP സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതും ഞങ്ങൾ അംഗീകരിച്ചു. ഇപ്പം ഞങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് വാദിച്ചാൽ പോലും പക്ഷേ വിജയിക്കാൻ സാധ്യതയില്ല, കാരണം കേന്ദ്രം ഭരിക്കുന്ന അവരാണ്. എങ്കിലും ഞങ്ങൾ ബാധിക്കും, അത് വേറെ കാര്യം. ഇതൊക്കെയാണ് സംഗതി. ഇങ്ങനെയുള്ളപ്പോഴാണ് നിങ്ങൾ മുനമ്പം വിഷയത്തിന് വേണ്ടി, ഒരിക്കലും മുനമ്പം വിഷയം വഖഫായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പറയുന്ന പുതിയ ബില്ലായിട്ട് ബന്ധമില്ല. തന്നെയല്ല, ക്രിസ്ത്യൻ സഭയെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ വഖഫ് ബില്ലും ക്രിസ്ത്യൻ സമുദായമായിട്ട് എന്താണ് ബന്ധം? ഒരു ബന്ധവുമില്ല. നിങ്ങൾ അതൊരു കടലാടിയെ പോലെ വ്യത്യാസം, അകലത്തുള്ള 2 പാൽ രേഖ പോലെയായിരുന്നു, ഒരിക്കലും കൂട്ടിമുട്ടാത്തത്. എന്നിട്ട് നിങ്ങൾ അത് കയറി ഹെഡ് ചെയ്തല്ലേ, അതിൻ്റെ ദുരുദ്ദേശം മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുക, പക്ഷെ നിങ്ങൾ രക്ഷപ്പെടാൻ പറ്റുന്നില്ല. സംഘപരിവാർ സമ്മതിക്കില്ല. ഞാൻ ഒരു കാര്യം പറയാം, CHന്റെ പോലീസ് കയറി മലപ്പുറത്ത് അടിയിട്ടായപ്പോൾ പള്ളി കയറി ലീഗുകാർ. ഞങ്ങൾ ലീഗാണെന്ന് പറഞ്ഞ് പോലീസ് സമ്മതിച്ചില്ല. ലീഗായാലും നല്ല അടിക്കന്നെ. അതിൽ UP-യിലും ഡൽഹിയിലും ലഹളി ഉണ്ടായപ്പോൾ ഞങ്ങൾ BJP ആണെന്ന് പറഞ്ഞ് ഒരു BJP-കാരല്ല, തകർത്ത് കളഞ്ഞ്. മുസ്ലിം ആണോ തകർത്തുകളി, ക്രിസ്ത്യാനോ തകർത്തളും, കമ്മ്യൂണിസ്റ്റ് പോട്ടെ, ഒന്നും വലിയ പ്രസക്തിയില്ല. അപ്പോൾ അതുകൊണ്ട് ആ ആനുകൂല്യം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഇത് വെറും നിങ്ങൾ വ്യാമോഹമാണ്, മരീചികയാണ്. സംഘപരിവാർ നിങ്ങൾ സഹായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറും മരീചിക തന്നെയാണ്. സുരേഷ് ഗോപി നിങ്ങൾ കൂടി സപ്പോർട്ട് ചെയ്യിപ്പിച്ചില്ലേ? ആ മധ്യപ്രദേശിലെ ജബൽപൂരിൽ
ആ കാര്യം പത്രക്കാർ ചോദിച്ചു. അദ്ദേഹം ക്ഷുഭിതനായിട്ട് എന്നോട് ചോദിക്കേണ്ട, നിങ്ങൾ ആരോടാണ് ചോദിക്കുന്നത്, നിങ്ങൾ എന്താണ് ചോദിക്കുന്നത്, ആരാണ് ചോദിക്കുക എന്നുള്ള ഒരു ഭീഷണിയല്ല, തനി ഫാസിസം. ഇത് ഹിന്ദുരാഷ്ട്രം ആയില്ലോടെ. അപ്പോഴും സുരേഷ് ഗോപി ജയിച്ചു ഒരു മന്ത്രി പേര് വന്ന സഹമന്ത്രി ആയപ്പോഴേക്കും ഇത്രയും ധിക്കാരത്തോടി പറയുന്നെങ്കിൽ അദ്ദേഹത്തിന് ഒരു മുകളിൽ അധികാരം വന്ന് എന്തായിരിക്കും ഇന്ത്യയിലെ സ്ഥിതി? എന്താ ചോദ്യം? തന്നെ ഞാൻ സുരേഷ് ഗോപിയോട് വെല്ലുവിളിക്കുന്നല്ല. സുരേഷ് ഗോപി പറയാണ് നിയമപരമായിട്ട് പറയും, ഇന്ത്യയിലെ നിയമം അനുസരിച്ച്. ഞാൻ ഒക്കെ സ്വല്പം നിയമം പഠിച്ചിട്ടുള്ള ആളാണ്, പിന്നെ പത്രസ്ഥാപനം നടത്തിയിട്ടുള്ള, ഇപ്പോഴും ചെറിയ പത്രാധിപൊക്കെയാണ്. ഗസ്റ്റ് ഹൗസിൽ ഒരു ഓർഡർ ഒരു ആജ്ഞ കൊടുത്ത് ഗസ്റ്റ് ഹൗസ് അത് നിൽക്കാൻ പാടില്ല, പത്രക്കാർ വരാൻ പാടില്ല. ഗസ്റ്റ് ഹൗസിലോട് പത്രക്കാർ വരാൻ പാടില്ല, നിങ്ങൾക്ക് അവകാശമില്ല. നിങ്ങൾക്ക് അവകാശമുള്ളത് നിങ്ങൾ താമസിക്കുന്ന റൂമിലേക്ക് കയറണമെങ്കിൽ നിങ്ങളുടെ അനുവാദം വേണം. അത് മന്ത്രി ആയാലും വേണം, പ്രസിഡന്റ് ആയാലും വേണം, ആദ്യം വേണം. അല്ലാതെ വരാതെ നിൽക്കാനും അതായത് പത്രക്കാർക്ക് അധികാരമുണ്ട്. അത് പത്രക്കാർ വന്ന് കണ്ടു പറഞ്ഞല്ലേ, തകർത്ത് കളഞ്ഞില്ലേ? മനുഷ്യത്വം, സ്നേഹം. നിങ്ങളുടെ പൂർവികർ എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിയുടെയൊക്കെ മുൻ ബാൽ പാൽ ലാൽ എന്ന് 3 ഉന്നത കുലജാതരായ സവർണ വിഭാഗമായ സ്വാതന്ത്ര്യ സേനാനിലേത്. അതിൽ ഒന്നാണ് ബാലഗംഗാധര മേനോൻ. ആ ബാലഗംഗാധര മേനോൻ വക്കീലായിരുന്നല്ലോ. വക്കീൽ കോടതിയിൽ കേസ് വാദിച്ചുകൊണ്ടിരിക്കല് അദ്ദേഹത്തിൻ്റെ പ്യൂൺ, ഗുമസ്ത എന്ന് പറഞ്ഞാൽ ഇന്നാണ് പ്യൂണ് ഗുമസ്ത, ഇത് 80 വർഷം മുമ്പുള്ള വന്നൊരു ചീട്ട് കൊടുത്ത്, ആ ചീട്ട് വായിച്ചു നോക്കിയിട്ട് ചീട്ട് എന്താ പോക്കറ്റ് തന്നെ ഇട്ടുകൊണ്ട് കേസ് വാദിച്ചു. കേസ് വാദിച്ചു കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോൾ ചോദിച്ചു എന്തായിരുന്നു ഗുമസ്ത ചീട്ട്? അതിൻ്റെ ഭാര്യ മരിച്ചു. നിങ്ങൾ ഭാര്യ മരിച്ചു, നിങ്ങൾ കേസ് നിർത്തി പോകാതെ കേസ് വാദിക്കായിരുന്നോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ഭാഷയുണ്ട് സുരേഷ് ഗോപി, എടോ എൻ്റെ ഭാര്യ മരിച്ചു, ഞാൻ പറഞ്ഞു നീ അന്നത്തെ പോയിട്ട് ജീവൻ ഉണ്ടാവുമോ? ഇത് ജീവന് വേണ്ടി ബാധിക്കുന്ന ഒരാളുടെ കേസാണ്, അതുകൊണ്ട് കേസ് ഞാൻ ബാധിച്ചു. അങ്ങനെ ക്ഷമ കൂടി പ്രവർത്തിച്ചു. അതുപോലെ സുരേഷ് ഗോപി നിങ്ങളൊരു മന്ത്രിയാണ്, MP ആണ്, നിങ്ങൾ കുറച്ചുകൂടെ വിവേകവും വിനയവും സ്നേഹവും ഒക്കെ കാണിക്കുന്നേ. നിങ്ങൾ പ്രജകളാണ് എല്ലാം. മന്ത്രിക്കമ്മ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും നിങ്ങളുടെ അവരുടെ മന്ത്രിയാണ് നിങ്ങൾ. അല്ല, നിങ്ങൾ BJP മാത്രം മന്ത്രിയല്ല. അപ്പോൾ കുറച്ചൊക്കെ സ്നേഹവും ധിക്കാരം കാണിക്കില്ലേ? അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ വീണ്ടും അച്ഛന്മാർ പാർട്ടി തുടങ്ങാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ അത് പറഞ്ഞു വന്നപ്പോഴും വിഷയമൊന്നും മാറിപ്പോയത്. അതിൽ ഒരു കുഴപ്പമില്ല. ഈ പാർട്ടിക്ക് അച്ഛനും സാധിക്കും, മൊയ്ലിയാർക്കും സാധിക്കും, ഒന്നും കുഴപ്പമില്ല. നിയമപരമായിട്ട് ഒരു ഭരണഘടനയ്ക്ക് അനുകൂലമായിട്ട് ഒരു പാർട്ടി രൂപീകരിച്ച് മത്സരിക്കുക, അത് തെറ്റില്ല. പക്ഷെ രൂപീകരിച്ച് രജിസ്റ്റർ ചെയ്തൊരു രാഷ്ട്രീയ പാർട്ടി അത് നേതൃത്വം നിൽക്കുന്നത് മുസ്ലിമാണെന്ന് ചോദിച്ചാൽ മത്സരിക്കാൻ പാടില്ല എന്ന് ചില കോൺഗ്രസ് നേതാക്കൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ചിലവർ പറയുമ്പോൾ പറയരുത്. അതിന് OWC മത്സരിക്കാൻ പാടില്ല. OWC മത്സരിച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് വോട്ട് പോവും, അത് കാലുവാലാണ്, വഞ്ചിനാണ്. ആസാമിൽ മുസ്ലിം നേതാവുണ്ട്, ആ നേതാവ് മത്സരിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പറയരുത്. രജിസ്റ്റർ ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടി അവർ മത്സരിക്കാൻ തികച്ച അവകാശമുണ്ട്. അപ്പോൾ അവൻ മത്സരിക്കുമ്പോൾ ആർക്കാണോ അപകടം പറ്റുന്നത് അല്ലെങ്കിൽ നാശം വരുന്നത് അവരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ കോൺഗ്രസ് നഷ്ടപ്പെടുമെങ്കിൽ കോൺഗ്രസ് അവർ 2-3 സീറ്റ് കൊടുത്ത് മാറ്റി നിർത്തണം, അല്ലാതെ ഒഴിവാക്കല്ല. നിങ്ങൾ മത്സരിക്കരുത് എന്ന് പറഞ്ഞാൽ അതെന്ത് നീതിയാണ്? നമുക്ക് പറയുന്നത് നീതി ആയിരിക്കണ്ടേ, ജസ്റ്റിസ് ആയിരിക്കണ്ടേ? അതുപോലെ സഭാ നേതൃത്വം പാർട്ടിയിൽ രൂപീകരിക്കാൻ നമുക്ക് കാണണം. ഇപ്പോൾ വെള്ളാപ്പള്ളി 25% ഉണ്ട് എന്ന് പറയുന്ന 23% ഇപ്പോഴും ഉണ്ട് കേരളത്തിൽ. വെള്ളാപ്പള്ളി നടേശൻ്റെ പാർട്ടി എല്ലാം തികഞ്ഞ പാർട്ടി. പുള്ളിയുടെ മകൻ പാർട്ടി വെച്ച് BDJS ഇതേവരെ ഒരു MLA ഉണ്ടാക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. 20% ഉണ്ട്. അച്ഛന്മാർ കേൾക്കാൻ വേണ്ടി പറഞ്ഞത് 25% ഉണ്ട്. അതേ സ്ഥാനത്ത് നിങ്ങളാകെ 10% ഉള്ളൂ. ഈ 10% നിങ്ങളിപ്പോൾ 110 മത്സരിക്കാൻ നിൽക്കുകയാണ്. ഇനി നിങ്ങൾ ഉണ്ടാക്കി നിങ്ങൾക്ക് 4-5 സീറ്റ് കിട്ടും. പക്ഷെ നിങ്ങൾ എവിടെ ജയിക്കും? ഇത്രയും കാലം ജയിച്ചത് സഭാ നേതൃത്വം ശ്രദ്ധിക്കാൻ വേണ്ടി പറയാണ്. ഇത് വർഗീയതോ ജാതിയൊന്നുമല്ല, യാഥാർത്ഥ്യമാണ്, ഫാക്റ്റാണ്, ട്രൂത്താണ്. എന്താണ്? ഇത്രയും കാലം 40 MLA ജയിച്ചത് ഈ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടിയാണ്. ഞങ്ങൾക്ക് ധൈര്യമായിട്ട് അഭിമാനത്തോടെ പറയാം. അപ്പോൾ ചോദിക്കുക എന്താണ് മൊയ്തീൻ ഷെയ്ഖിനെ പറഞ്ഞത്? നിങ്ങളൊരു ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഇങ്ങനെ മുസ്ലിങ്ങളുടെ കാര്യം പറഞ്ഞത്? ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ബേസ് മുസ്ലിം തന്നെയാണ്. മുസ്ലിം ലീഗോ അല്ലെങ്കിൽ വർഗീയവാദമില്ല, ഇന്ത്യ ദേശീയ മുസ്ലിങ്ങളാണ്. അപ്പോൾ അക്കൂട്ടത്തിൽ എല്ലാവരും സഹകരിക്കുന്നു. ഇത് പറഞ്ഞില്ലെങ്കിൽ
അത് ശരിയല്ല. അതാണ് അപ്പോൾ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടിയാണ് ഈ 40 MLA അസംബ്ലി പോയിരിക്കുന്നത്. ഈ 5 പാർലമെൻറ്റ് സീറ്റിൽ പോയി കുറച്ച് ഇപ്പോൾ ഇടുക്കി, എറണാകുളം, കോട്ടയം, ചാലക്കുടിയും പ്രശ്നമില്ല, അതൊക്കെ മുസ്ലിങ്ങളൊക്കെ ഉള്ളതാണ്. അങ്ങനെ 3-4 ഏരിയയിലൊക്കെ കുറച്ച് ക്രിസ്ത്യൻ സമുദായം കൂടുതലുണ്ടെന്നൊരു സംശയമില്ല. പക്ഷെ എങ്കിലും അതൊരു മാത്രമല്ലല്ലോ പോയിരിക്കുന്നത്. അതുപോലെ ഇനി നിങ്ങൾ വേറെ പാർട്ടി നിങ്ങൾക്ക് എവിടെ സീറ്റ് കിട്ടും, എവിടെ ജയിപ്പിക്കും? മനസ്സിലായില്ലേ? ഒരു CP ജോണിൻ എന്ന് ഉണ്ടാക്കിയിട്ട് ഒരു ക്രിസ്ത്യൻ പ്രതിനിധി ആയതുകൊണ്ട് നല്ല മനുഷ്യൻ, ഒരു കുഴപ്പമില്ല. അദ്ദേഹത്തെ ഒന്ന് അസംബ്ലിയിലേക്ക് ജയിപ്പിച്ചു കൊണ്ടാൽ UDF കൊടുത്ത പാട് UDF CP ജോൺ അറിയുള്ളൂ. മനസ്സിലാക്കണം. മുരളീധരന് പോലും അവസാനം ഗുരുവായൂർ സീറ്റ് ആവശ്യപ്പെടണം, മറ്റു സീറ്റ് ഉറപ്പില്ല. അതുപോലെ നമ്മൾ തൃപ്പൂർ സീറ്റ് നമ്മുടെ സിനിമയിലെ ആക്ടർ വിശാലിക്ക് അവർ ഓരോ സീറ്റ് കിട്ടിയത് ജയിപ്പിച്ചെടുക്കണ്ടേ? അങ്ങനെ ശ്രമിക്കുമ്പോൾ നിങ്ങൾ കൂടി പാർട്ടി ഉണ്ടാക്കി ഞങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ ഉണ്ടാവും മാത്രം. ഇപ്പം ഗർഭം പ്രസവിച്ച സ്ത്രീക്ക് മാത്രമേ വേദന അറിയുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത്രയുള്ള രാഷ്ട്രീയ പാർട്ടികൾ നിങ്ങളെപ്പോലെ തിന്ന് കൊഴുത്ത് AC റൂമിൽ ഇരുന്നിട്ട് വോട്ട് ചെയ്ത് അധികാരത്തിൽ കയറി പിന്നെ അതിന് ആനുകൂല്യം പറ്റിയപ്പോഴേ നിങ്ങൾ അറിയണം, നിങ്ങൾ പാർട്ടി രൂപീകരിച്ച് തെരുവിൽ ഇറങ്ങണം. അപ്പം എൻ്റെ വിഷമം അറിയുള്ളൂ. ഇതൊന്നുമില്ല മണിവേളികൾ ഇരുന്ന് വല്ലതും അറിയണ്ടോ? അണികൾ കാശ് കൊണ്ടുവരും, മദ്യം കൊണ്ടുവരും, എന്ത് വേണം കൊണ്ടുവരും. നിങ്ങളൊന്നും അറിയില്ല. നിങ്ങൾ ആസ്വദിച്ച മാത്രം മതി. പാർട്ടി രൂപീകരിക്കുക, എടുത്ത് തെരുവിൽ ഇറങ്ങുന്നേ, ഒരു കുഴപ്പമില്ല, നല്ല കാര്യമാണ്. നിങ്ങൾ ഇറങ്ങണം എന്നാണ് ഞങ്ങൾക്ക് പറഞ്ഞത്, എങ്കിലത് അറിയുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്യ്, ഒരു തെറ്റുമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, സംശയമൊന്നുമില്ല. അതെന്താ വെച്ചാൽ ഈ 40% വരുന്ന മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് കിട്ടി ഇത്രയും കാലം അത് ഞങ്ങൾ സമ്മതിച്ചു. കഴിഞ്ഞു ഇനിയുള്ള കാര്യം പറഞ്ഞത്. ഇനി അതുപോലെ അവകാശത്തിന് 4 എട്ടും കിട്ടാൻ പ്രതീക്ഷിക്കേണ്ട. അങ്ങനെ UDF നേതാക്കൾ കൊടുത്താൽ ആ നേതാക്കളെ തോൽപ്പിക്കും. അങ്ങനെ UDF പക്ഷേ ഒരു ഉമ്മൻചാണ്ടി നിങ്ങൾ പറഞ്ഞ ദൈവമുണ്ടല്ലോ, ആ ദൈവമുണ്ടല്ലോ. മുസ്ലിം ലീഗിന് രാജ്യസഭയിലേക്ക് ഒരു സീറ്റ് കൊടുത്ത് കരുണാകരൻ, നമ്മുടെ പിന്നെ വഴുതു പറഞ്ഞ ആൾക്ക് പുള്ളി, അതിൻ്റെ പേരിൽ മന്ത്രിസ്ഥാനത്ത് രാജിവെച്ച ആളാണ്. നിങ്ങളുടെ പ്രവൃത്തി എന്ന് അറിഞ്ഞിരിക്കണം. നിങ്ങൾ ശത്രുവാരും മിത്രമായിരുന്നു. ആ കരുണാകരൻ രാജ്യസഭയിലേക്ക് ലീഗിന് സീറ്റ് കൊടുത്തിട്ട് പുള്ളി ഉമ്മൻചാണ്ടി രാജിവെച്ച് ദേഷ്യപ്പെട്ട്. വേണ്ട CH മുഹമ്മദ് സാഹിബിനെ നിങ്ങളെ മുഖ്യമന്ത്രിയാക്കിയിട്ട് ഈ അന്തോണിയല്ലേ കാല് വാരിയത്. ഒരു 40 ഒരു മണ്ഡലക്കാലം 40 ദിവസമാണ്. ആ 40 ദിവസം ഇരുത്തി. അപ്പോഴേക്കും കാല് ഇറക്കിയില്ലേ? നിങ്ങൾക്ക് നഗ്നത മറിക്കാൻ വേണ്ടി തിരൂരങ്ങാടിയിൽ നിന്ന് ജയിപ്പിച്ച് 99% മുസ്ലിങ്ങളുടെ വാർഡിൽ നിന്നല്ലേ ആന്റണി ജയിപ്പിച്ചത്. അതിനുശേഷം മുരളീധരൻ വന്നില്ലോ, ജയിച്ചോ? കോൺഗ്രസ് കാലുവാരി. അവിടെ മുസ്ലിങ്ങൾ കാലുവാരിയില്ല. നിങ്ങൾ ചെയ്തൊക്കെ എനിക്കറിയാം. അതും ഇത് പറഞ്ഞ വേറൊരു കാര്യം പറയണം. ഇപ്പോൾ സഖാക്കളുടെ സമ്മേളനം നടക്കാണല്ലോ. വാസ്തവത്തിൽ അതുകൂടി പറഞ്ഞ് നിർത്തിയൊക്കെ സമയം വൈകിക്കുക. വാസ്തവത്തിൽ ഇപ്പോൾ ബാബു തൃപ്പൂണിത്തുറയിൽ നിന്ന് വോട്ടിൽ കൃത്രിമം കാണിച്ച് കേസ് നടത്തി. ഈ കേസ് എവിടെ പോയി? സഖാക്കൾ പിന്നെ ഇടപെട്ടോ? അല്ല, അത് സംഘപരിവാർ കേന്ദ്രത്തിലെവിടെ കേന്ദ്രത്തിൽ കൊണ്ട് പിണറായി കൊണ്ട് പറയിപ്പിച്ചു. അതങ്ങോട്ട് ഇല്ലാതെ കളഞ്ഞു ബാബുവിൻ്റെ കേസ്. ഈ PC തോമസിന് എതിരുന്ന CPIയുടെ ഇസ്മായിൽ സാഹിബ്, CPയുടെ ഇസ്മായിൽ അവിടെ കൃത്യമായിട്ട് ചെയ്തു. പിന്നെ PC തോമസ് ചെയ്തുകൊണ്ട് കേസ് നടത്തി. ആ കേസ് എവിടെ പോയി? PC തോമസ് LDFിലേക്ക് വന്നപ്പോൾ പിന്നെ അത് വിട്ടുകളഞ്ഞ്. ഇപ്പം നമ്മൾ ആര്യാണ് ഷൗക്കത്തിന് വാപ്പ, ആര്യാണ് മുഹമ്മദ് മുഖ്യ ശത്രുവായിട്ട് നിങ്ങളറിയുന്ന കുഞ്ഞാലിയുണ്ട്. AKG പോലെ ജനപ്രിയനായ ഒരാളാണ് കുഞ്ഞാലി. ആ കുഞ്ഞാലിയെ കൊന്ന കേസിൽ അവസാനം ആര്യാടിനെതിരെ നിങ്ങൾ കേസ് നടത്തിയോ? CPMയുടെ വയ്ക്കുന്നത് കേസ് നടത്തിയോ? അപ്പോഴേക്കും ആര്യാട് LDFിൽ, ആന്റി കോൺഗ്രസ് അവർ LDFിലായി. ഇതൊക്കെ. ഇപ്പൊ വേറൊരു കാര്യം, ജനതാദൾ എസിലെ ഒരു മന്ത്രി, ഒരു MLA പക്ക വൃത്തിയോട് കാണിച്ചിട്ട് ഈ പിണറായി സഖാവ് നിങ്ങൾ അതിനെ കുറച്ച് അനങ്ങിയോ? നിങ്ങൾ മിണ്ടിയോ? ഇപ്പൊ പിന്നീട് നമ്മുടെ ജോസ് കെ മാണി BJPക്ക് വോട്ട് ചെയ്തു അതിൽ, എന്നിട്ട് നിങ്ങൾ എതിർത്തോ? അപ്പൊ നിങ്ങളുടെ എല്ലാ ഉദ്ദേശം സംഘപരിവാരമായിട്ട് ധാരണ എത്തി പോകുന്നതാണ് വർഷങ്ങളായിട്ട്. ഇന്നൊന്നില്ലേ തുടങ്ങിയല്ല.
അത് നിങ്ങൾ പറയും അടവ് നയം എന്ന് പറയും. അത് പരിധി ശരിയാണ്. സംഘപരിവാർ ഇവിടെ ചെയ്യുന്നുണ്ട്. അവർ അധികാരത്തിൽ കയറാൻ വേണ്ടി പലതും ചെയ്യും. ഒരു കുറ്റം ഞാൻ പറയില്ല. കാരണം രാഷ്ട്രീയ പാർട്ടിയാണ്, രജിസ്ട്രേഡ് പാർട്ടിയാണ്, കേന്ദ്രം ഭരിക്കുന്ന ഫയലാണ്. അവർ കേരളത്തിൽ അധികാരത്തിൽ കയറണം. അവർ പല കളി കളിക്കും. പക്ഷെ ആ കളിക്ക് ഇവിടെ മറ്റ് LDF UDF മറുകളി കളിച്ചോളും. അല്ല അവരെ കുറ്റം പറയല്ല. ഞാൻ അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കല്ല, കുറ്റം പറയല്ല. അത് നിങ്ങൾ ചെയ്തോ? അല്ലെങ്കിൽ ജനതാദൾ എസ് മാറിയിട്ട് എത്ര നാളെ കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസും MLA മന്ത്രിയായിരിക്കുന്നത് BJPയോട് സപ്പോർട്ട് ചെയ്തിട്ട് ഇരിക്കാണ്ട് ഇപ്പം 2-3 വർഷമായില്ലേ ഈ പിണറായി നിങ്ങളുടെ ആ മാന്യതയും നിങ്ങളുടെ ആ നിസ്വാർത്ഥതയും അല്ലെങ്കിൽ എന്താണ് സ്വതന്ത്രമായ ചിഹ്നമൊക്കെ എവിടെ പോയി? നിങ്ങൾ ആദർശം എവിടെ പോയി? ഇപ്പൊ മാണി മോൻ ജോസ് കെ മാണി ഈ ഒക്കെ ബില്ലിൽ എതിരെ ചെയ്തില്ലേ? ഇന്ത്യ മുന്നണിയും LDF മുന്നണിയും ഒക്കെ ബില്ലിന് എതിരെ വോട്ട് ചെയ്ത സമയത്ത് മാണിയെ കൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്യിച്ചിട്ട് നിങ്ങൾ വലിയ നടപടി എടുത്തോ? ഇതൊക്കെ ഒരു പൂട്ടി വെച്ചോടല്ലേ? അത് വേണ്ട. വേറൊരു കാര്യം പറഞ്ഞു നിർത്തേക്കാം. ഒരു നിമിഷത്തേക്കെങ്കിലും ജ്യോതി ബാസു ഇന്ത്യയിൽ പ്രധാനമന്ത്രി ആയതെങ്കിൽ സഖാക്കളെ നിങ്ങളുടെ വില എന്തായിരുന്നു? നിങ്ങൾ കൊട്ടിഘോഷ മറ്റൊരു ദൈവമാണല്ലോ EMS അല്ലേ അത് കാല് വാരിയത്. കാരണം എനിക്ക് കിട്ടാത്ത സ്റ്റാൻസ് നിങ്ങൾ കിട്ടണ്ട എന്ന് ചോദിച്ചിട്ട് സമ്മതിച്ചില്ലേ? നിങ്ങൾ ആകണ്ട. അതുപോലെ ഇപ്പൊ ബേബിയാണ് ചാൻസ് കിട്ടേണ്ടത്. ബേബി നിങ്ങൾ ആക്കിയില്ലെങ്കിൽ അതിനൊത്തമാണ് EMS കാല് വാരിയത് പിന്നെ ചരിത്രം പറയും. മനസ്സിലായില്ലേ? ഇതെല്ലാം ജനങ്ങൾക്ക് പബ്ലിക്കിലുള്ള കുറച്ച് പേരെങ്കിലും മനസ്സിലാകുന്നത് നിങ്ങളുടെ അടവും നയവും തന്ത്രവും തട്ടിപ്പും മനസ്സിലാക്കണം. നിങ്ങൾ മാത്രം ബുദ്ധിരാക്ഷസവരും ബാക്കിയുള്ളവരൊക്കെ മണ്ടന്മാരാണ് എന്ന് നിങ്ങളുടെ പ്രജകളോട് നിങ്ങൾ സഖാക്കളോടും പറയാം. കേരളത്തിൽ ഇന്ത്യയിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളോടും പറയരുത്. ഞങ്ങളിപ്പോഴും പറയരുത്. അതാണ് സംഗതി. ആലോചിച്ച് നോക്ക്. നിങ്ങൾ BJP എതിർക്കുന്നൊന്നില്ലേ? എന്നിട്ട് എവിടെയാണ് രഹസ്യമായിട്ട് നിങ്ങൾ ബാധയോടെ എത്ര നാളായി പറയാതിരിക്കാൻ പറ്റുമോ? ഇനി ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കൾ വേറൊരു തന്ത്രമുണ്ട് കേട്ടോ. അതുകൊണ്ട് പറഞ്ഞു ഇതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കുന്നുള്ള അറിഞ്ഞില്ലെങ്കിൽ ഞങ്ങളൊക്കെ വീടുകളാക്കും. സമുദായത്തിൽപ്പെട്ട ഒരു കാര്യത്തൊക്കെ വരുമ്പോൾ ആ സമുദായത്തിന് രഹസ്യമായിട്ട് അവർ പറയും ഞാൻ പരസ്യമായിട്ട് നിങ്ങളെ എതിർക്കും, പക്ഷേ നിങ്ങളുടെ കാര്യം ഞാൻ എൻ്റെ ജീവൻ കളയാൻ തയ്യാറാണ്, വോട്ട് നിങ്ങൾക്ക് ഇരിക്കും തരണം. എന്നിട്ട് ആ സമുദായത്തിന് വരുന്ന കാര്യം എതിർത്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു അനുകൂലമായിട്ട് പ്രസ്താവന നടത്തും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതാണ്. അതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ്. അതൊക്കെ ഒരു തട്ടി നടക്കേണ്ട രാഷ്ട്രീയത്തിൽ. അത് ഞാൻ ഉള്ളു തുറന്ന് പറയുന്നില്ല. അപ്പോൾ ഏതായാലും ഇത്തരണത്തിൽ ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ പ്രവർത്തനം അത് അത്ര നിസ്സാരമല്ല. വലിയ വിശാല അടിസ്ഥാനത്തിൽ പോവുകയാണ്. അത് ഏറ്റവും ഒരു ഉദാഹരണം 3 മുന്നണിയിലും പെടാത്ത 30-35 രാഷ്ട്രീയ പാർട്ടികൾ, ആ രാഷ്ട്രീയ പാർട്ടികൾ ഈ ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ പൊളിറ്റിക്കൽ അലയൻസ് IPA, ആദ്യം ഞങ്ങൾ കൊറോണയ്ക്ക് മുതൽ നാഷണൽ പൊളിറ്റിക്കൽ അലയൻസ് ആയത്, അത് NPA എന്ന് പറയുമ്പോൾ നോൺ പേയ്മെൻറ്റ് അസറ്റ് എന്ന് പറയും. അത് ഈ കമ്പനിയൊക്കെ നശിച്ച കമ്പനിയെ എത്തിച്ചെടുക്കും. അങ്ങനെ വരുന്നുണ്ട്. അതിൽ ഒരു ചെറിയ മൈനസ് പോയിന്റ് കാണുന്നുണ്ട്. അത് മാറ്റി ഇന്ത്യൻ പൊളിറ്റിക്കൽ അലയൻസ് IPA. അതിൻ്റെ സംസ്ഥാനത്തെ ആദ്യത്തെ കമ്മിറ്റി വിവരിക്കുകയാണ് നാളെ 2 മണിക്ക് എടപ്പള്ളി ടോളിലുള്ള റെസ്റ്റോറൻറ്റ് ഹോട്ടൽ അസോസിയേഷൻ ഹാളിൽ വെച്ച് 30-35 പാർട്ടികളുടെ പ്രതിനിധി 2 പേര് വെച്ച് പങ്കെടുക്കുന്നുണ്ട്. അവിടെ ഞങ്ങൾ ചില തീരുമാനം എടുക്കും. കാരണം കേരളത്തിൽ 60ഓളം സീറ്റിൽ 500, 1000, 8 വോട്ടിലാണ് ജയിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ മുന്നണി ഉണ്ടാക്കിയിട്ട് 10,000, 2,000, 3,000 വോട്ട് ഒരു വാർഡിൽ ഒരു മണ്ഡലത്തിൽ ഉണ്ടാക്കിയാൽ ഈ LDF UDF ഒക്കെ തന്നെ പറന്നു വരും. അല്ല, ഞങ്ങൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഈ പാർട്ടിയായിട്ട് ഒന്ന് മുന്നിൽ ചേർന്ന് നോക്കി അവിടെ നിങ്ങൾ ഏതെങ്കിലും പാർട്ടി ലയിക്ക് എന്ന് പറയാൻ പറ്റുള്ളൂ. അതാണ് ശരി. അല്ലാതെ എല്ലാവരും എടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊന്നും പരീക്ഷ നടത്താനൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. കിട്ടിയില്ലെങ്കിൽ വേണ്ട. ഞങ്ങൾ നിസ്വാർത്ഥമായിട്ട് നിഷ്പക്ഷമായിട്ട് ചെയ്യും. അത് നിങ്ങൾ കാണിച്ചു തരാം. അതാണ് സംഗതി. അപ്പോൾ അതുകൊണ്ട് അത് തന്നെയല്ല, ഒരു കാര്യം പറഞ്ഞപ്പോൾ നിർത്താണ്. കോൺഗ്രസിൻ്റെ 140ാമത് വാർഷിക ദിനമാണ് 2025 ഡിസംബർ മാസം 28 ഞായറാഴ്ച 3 മണിക്ക് ബോംബെയിൽ വെച്ച് ബോംബെ മലയാളികളുടെ സഹകരണത്തോടെ തലസ്ഥാനം മധ്യകേരളത്തിൽ മാറ്റുന്നതിനെക്കുറിച്ചുള്ള ഒരു സെമിനാർ, തുറന്ന ചർച്ചയാണ്. ആ ചർച്ചയ്ക്ക് നിങ്ങളെ ഔദ്യോഗികമായിട്ട് ക്ഷണിക്കുകയാണ്. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.